മുഖം നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് രാത്രിയിൽ കിടക്കാൻ നേരത്തൊക്കെ നമുക്ക് തേക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് മോയ്സ്ചറൈസർ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ തേക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കമാണ്. അപ്പം നിങ്ങളെന്താ പറയുക, പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് മോയ്സ്ചറൈസർ തേക്കുന്നവർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വെറും നിസ്സാര സംഭവങ്ങൾ കൊണ്ടാണ് നമ്മളിത് മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകും. നല്ല റിസൾട്ടാണ്. കണ്ടോ, അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല തിളക്കത്തോടെ സ്കിൻ ഇരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. കണ്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്നറിയോ? നല്ലൊരു മോയ്സ്ചറൈസറിങ് ക്രീമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതായത് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, വെയിൽ കൊള്ളുന്നതിന് സൺടാനെയൊക്കെ തടയാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ട് പോയി നമ്മുടെ ഈ ഒരു നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോയ്സ്ചറൈസറാണ്. ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം. അതിൻ്റെ പുറത്ത് നമുക്ക് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാം. അതുപോലെ തന്നെ ഇത് ഒരാഴ്ചത്തിന് ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് ഇതിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. നല്ല രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ഓൺലൈനിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒക്കെ മോയ്സ്ചറൈസർ വാങ്ങിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. വാങ്ങിച്ച് തേക്കാത്തവരുണ്ടല്ലോ ഈ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ, അവർക്ക് ഏറ്റവും നല്ല ഗുണമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ രാത്രിയിൽ കിടക്കാൻ നേരത്തെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാം. രാവിലെ ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തോട്ട് അബ്സോർവ് ആയിക്കോളും. നാച്ചുറൽ ആണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നല്ലൊരു സൺസ്ക്രീമാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട്. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കി നോക്കിയാലോ? എന്നാൽ ഓടിവായോ. അപ്പോൾ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ബൗൾ എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ 1 ടീസ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അലോവേര ജെല്ലിലേക്ക് നമുക്ക് ഇനിയും വേണ്ടത് ഗ്ലിസറിലാണ് കേട്ടോ. അപ്പം ഒരു 4-5 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു ശകലം ബീറ്റ്റൂട്ട്, ഒരു 4/1 ഭാഗം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്കൊന്ന് ഇതാക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ് നല്ല രീതിയിലായിരിക്കണം. നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. ഇത് നമുക്ക് എന്താണ് നല്ല പിങ്കിഷ് കളർ, നമ്മൾ ആ ബീറ്റ്റൂട്ടൊക്കെ ഇട്ടുകൊണ്ട് നല്ല പിങ്കിഷ് അടിപൊളി ഒരു കളറാണ്. നമുക്ക് ആരും അറിയാതെ നമ്മുടെ മുഖത്തോട്ട് തേച്ച് പോകും. അത്രയ്ക്ക് നല്ലൊരു ഗ്ലോ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല ഗ്ലോയും കിട്ടും ഫേസിന്. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ടാൻ എല്ലാം മാറി പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും ഇത് പതിവായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പം നമുക്ക് ആവശ്യമനുസരിച്ച് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഈസി അല്ലേ. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് എൻ്റെ മുഖത്തൊന്ന് പുരട്ടി കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഡോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഫേസിലും കഴുത്തിലും ഒക്കെ ഇടാം കേട്ടോ. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഒരുപാട് വാരി തേക്കണ്ട, ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇതൊരു പായ്ക്കൊന്നുമല്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്ത് തേക്കുക. നല്ല രീതിയിലൊന്ന് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു പിങ്കിഷ് കളറാണ്. അപ്പോൾ ഇത് നമ്മൾ തേച്ചിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആയിക്കൊള്ളും. നല്ല സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കും. ഇതുണ്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഉണ്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഇതുപോലെ മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാം. വെറും സിമ്പിളല്ലേ ഞാൻ ഉണ്ടാക്കി കാണിച്ചത്.
അപ്പോൾ എല്ലാ സ്കിന്നിനും, ഓൾ ടൈപ്പ് സ്കിന്നിനും ചെയ്യാവുന്നതാണ്. ആർക്കും ചെയ്യാത്തതായിട്ട് ആരുമില്ല, എല്ലാവർക്കും ചെയ്യാം കേട്ടോ. യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അത് വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടോ അല്ലേ, കണ്ടോ, നല്ലൊരു മോയ്സ്ചറൈസർ അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ നല്ല തിളക്കത്തോടൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴും തേച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്തും തേക്കാം. ഇപ്പോൾ സൺസ്ക്രീമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തേച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സൺസ്ക്രീം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ടാനൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള നിസ്സാര സംഭവങ്ങൾ വെച്ച് നല്ലൊരു മോയ്സ്ചറൈസറല്ല ഞാൻ ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.